നമസ്കാരം. സിറിയയ്ക്ക് മേൽ വർഷങ്ങളായി ഏർപ്പെടുത്തിയിരുന്ന ഉപരോധം പിൻവലിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിൽ അദ്ദേഹം പരസ്യമായിട്ടാണ് ഈ ഒരു പ്രഖ്യാപനം നടത്തിയത്. ട്രംപിൻ്റെ ഈ പ്രഖ്യാപനത്തെ ജനങ്ങൾ ഹർഷാരവത്തോടു കൂടിയാണ് സ്വീകരിച്ചത്. സിറിയയിൽ അസദ് ഭരണകൂടത്തിൻ്റെ കാലത്ത് നടന്നിരുന്ന ക്രമക്കേടുകളുടെയും അതിക്രമങ്ങളുടെയൊക്കെ പേരിലാണ് അമേരിക്ക ആ രാജ്യത്തിന് ഉപരോധം ഏർപ്പെടുത്തിയിരുന്നത്. ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസമാണ് ഔദ്യോഗിക സന്ദർശനത്തിനായി സൗദി അറേബ്യയിലെത്തിയത്. അദ്ദേഹം മറ്റു പല ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് സൗദി അറേബ്യയുടെ കിരീടാവകാശിയായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ ട്രംപിനോട് താൻ നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന സിറിയയ്ക്കുമുള്ള ഉപരോധം പിൻവലിക്കണമെന്ന ആവശ്യം വീണ്ടും ഉന്നയിച്ചത്. തുടർന്നാണ് ട്രംപ് ഈ ഒരു പ്രഖ്യാപനം നടത്തിയത്. മാത്രവുമല്ല, ട്രംപ് പറഞ്ഞത് ഈ ഉപരോധം പിൻവലിച്ചതിൻ്റെ ക്രെഡിറ്റ് താൻ സൽമാൻ രാജകുമാരന് നൽകുന്നു എന്നാണ്. അദ്ദേഹം ഒരു ശക്തനായ നേതാവാണ് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ള ആൾ തന്നെയാണ്. സിറിയയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനിയെങ്കിലും നേരെ ചൊവ്വേ മുന്നോട്ട് പോകാൻ ഈ ഒരു ഉപരോധം പിൻവലിക്കുന്നത് സഹായകമാകും എന്നാണ് തൻ്റെ പ്രതീക്ഷ എന്നും ട്രംപ് ചൂണ്ടിക്കാട്ടി. കൂടാതെ സൽമാൻ രാജകുമാരനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് തൻ്റെ മേൽ സിറിയയ്ക്കുമുള്ള സമ്മർദ്ദം ചെലുത്താൻ സൽമാൻ രാജകുമാരൻ നടത്തിയ ഈ ഒരു നല്ല ശ്രമത്തിന് താൻ എന്താണ് പകരമായി നൽകേണ്ടത് എന്നുമാണ്. അത്രത്തോളം സൽമാൻ രാജകുമാരന് സമ്മർദ്ദം ചെലുത്തിയിരുന്നു എന്നാണ് ട്രംപ് സൂചിപ്പിച്ചത്. കൂടാതെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി വെളിപ്പെടുത്തിയത് തുർക്കി പ്രസിഡൻ്റായ എർദോഗാനും ഇക്കാര്യത്തിൽ തന്നോട് നിരന്തരമായി സിറിയയ്ക്കുമുള്ള ഉപരോധം പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടിരുന്നു എന്നാണ്. സിറിയയിൽ പതിറ്റാണ്ടുകൾ നീണ്ട അസദ് ഭരണത്തിൻ്റെ അവസാനം ഉണ്ടായ ജനകീയ പ്രക്ഷോഭത്തെ തുടർന്നാണ് അസദ് രാജ്യം വിട്ടോടുകയും റഷ്യയിൽ രാഷ്ട്രീയ അഭയം തേടുകയൊക്കെ തന്നെ ചെയ്തത്. സിറിയയുടെ പുതിയ പ്രസിഡൻ്റായ അഹമ്മദ് അൽ ഷാറയുമായി ഡൊണാൾഡ് ട്രംപ് ഒരുപക്ഷെ ഇന്ന് സൗദി അറേബ്യയിൽ കൂടിക്കാഴ്ച നടത്തും എന്നാണ് കരുതപ്പെടുന്നത്. അൽ ഷാറയുമായി ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ച നടത്തുന്നുണ്ടോ എന്ന് അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിന് മുമ്പ് തന്നെ മാധ്യമപ്രവർത്തകർ വൈറ്റ് ഹൗസ് വൃത്തങ്ങളോട് ആരാഞ്ഞിരുന്നു. ഒരുപക്ഷെ ബുധനാഴ്ച ആ കൂടിക്കാഴ്ച ഉണ്ടാകും എന്നാണ് അവർ നൽകിയ സൂചനയും. ഏതാണ്ട് 4 നൂറ്റാണ്ടിന് ശേഷമായിരിക്കാം ഒരുപക്ഷെ സിറിയയിലെ പ്രസിഡൻറ്റും അമേരിക്കൻ പ്രസിഡൻറ്റും തമ്മിൽ നേരിട്ട് ചർച്ച നടത്തുന്നത്. കൂടാതെ ട്രംപിൻ്റെ കുടുംബത്തിന് ലോകമെമ്പാടുമുള്ള നിരവധി വ്യവസായ സംരംഭങ്ങളിൽ ചിലത് ഇപ്പോൾ സിറിയയിലുമുണ്ട്. സിറിയയിലെ ഡമാസ്കസിൽ ഈയിടെയാണ് ട്രംപ് ടവർ തുറന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ട്രംപുമായി വളരെ നല്ല ബന്ധമാണ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ സിറിയയിലെ ഭരണകൂടം പ്രതീക്ഷിക്കുന്നത് എന്നാണ്. കൂടാതെ ഉപരോധം പിൻവലിച്ചതിന് പകരമായി സിറിയ വൻതോതിൽ അമേരിക്കയ്ക്ക് ക്രൂഡ് ഓയിൽ നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. ട്രംപ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് തൻ്റെ വിദേശകാര്യ സെക്രട്ടറിയായ മാർക്കോ റൂബിയോ അടുത്തയാഴ്ച തുർക്കി സന്ദർശിക്കുന്നു എന്നാണ്. അവിടുത്തെ വിദേശകാര്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുമായി മാർക്കോ റൂബിയോ വിശദമായ ചർച്ചകൾ തന്നെ നടത്തും. ഇതിൻ്റെ പ്രധാന ലക്ഷ്യമെന്താണെന്ന് ഇനി വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച ചില നിർദ്ദേശങ്ങൾ അമേരിക്കയും തുർക്കിയും ചേർന്ന് മുന്നോട്ട് വയ്ക്കാൻ സാധ്യതയുണ്ട് എന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ യുദ്ധം അവസാനിക്കാൻ തന്നെ സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഏതായാലും സൗദി അറേബ്യ സന്ദർശനം പൂർത്തിയാക്കി ഇനി ട്രംപ് പോകുന്നത് ഖത്തറിലേക്കും UAE-യിലേക്കുമാണ്. അവിടെയെല്ലാം തന്നെ അദ്ദേഹം പരമാവധി അവിടുത്തെ ഭരണാധികാരികളുമായി ചർച്ചകൾ നടത്തി അമേരിക്കയുടെ വാണിജ്യ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ഗൾഫ് രാജ്യങ്ങളൊക്കെ തന്നെ അമേരിക്കയിൽ നിന്നുള്ള പരമാവധി പ്രതിരോധ വസ്തുക്കൾ വാങ്ങുന്ന കാര്യത്തിലാണ് താല്പര്യം പ്രകടിപ്പിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തന്നെ അമേരിക്കയിലും മറ്റ് രാജ്യങ്ങളിലുമൊക്കെ വൻതോതിലുള്ള വ്യവസായ സംരംഭങ്ങൾ ഗൾഫ് രാജ്യങ്ങളിലെ വ്യവസായികൾ നടത്തുന്നുണ്ട്. അവർക്ക് തിരികെ ആവശ്യം രാജ്യങ്ങളുടെ സുരക്ഷിതത്വമാണ്. അമേരിക്കയാണ് ശരിക്കും ഇപ്പോഴും പല ഗൾഫ് രാജ്യങ്ങൾക്കും സുരക്ഷ ഒരുക്കുന്നത്. കൂട്ടത്തിൽ വലിയ യുദ്ധവിമാനങ്ങളും അതുപോലെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുമൊക്കെ സ്വന്തമാക്കാനും ഗൾഫ് രാജ്യങ്ങൾ പലതും ആഗ്രഹിക്കുന്നുണ്ട്. സൗദി അറേബ്യയെ സംബന്ധിച്ചാണെങ്കിൽ ഹൂത്തി മുതലിൽ നിന്ന് അവർ വളരെ കാലമായി തന്നെ ഈ ഭീഷണി നേരിടുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അമേരിക്ക ചെങ്കടലിൽ ഹൂത്തികളെ കൈകാര്യം ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും ഏത് നിമിഷമാണെങ്കിലും അവർ സൗദി അറേബ്യയിലേക്ക് അവരുടെ ആക്രമണം നടത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഹൂത്തി മുതലക്കാലത്തും തങ്ങളുടെ പ്രധാന ശത്രുവായി കണക്കാക്കിയിരുന്നത് സൗദി അറേബ്യ തന്നെയാണ്. ഏതായാലും സിറിയയ്ക്ക് മേൽ ഏർപ്പെടുത്തിയ ഉപരോധം പിൻവലിക്കുന്നതിലൂടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമായ സന്ദേശം തന്നെയാണ് നൽകുന്നത്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നേരെ ചൊവ്വേ കാര്യങ്ങൾ മര്യാദയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോവുക, എല്ലാ സഹായവുമായി ഞങ്ങളും കൂടെ ഉണ്ട് എന്ന്.